5 വർഷം മുമ്പ് പമ്പാ നദിയുടെ തീരത്തൊഴുകിയത് വെറുമൊരു പ്രളയജലമായിരുന്നില്ല. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഹൃദയം നുറുങ്ങിയ കണ്ണീരായിരുന്നു അന്ന് ആചാരങ്ങളെ തകർക്കാൻ നവോത്ഥാനത്തിന്റെ കുപ്പായമിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ, ഭക്തരായ അമ്മമാരെ തെരുവിലിട്ട് ലാത്തികൊണ്ട് നേരിട്ടവർ, പോലീസിന്റെ ബൂട്ടിട്ട് കാലുകൾ കൊണ്ട് സന്നിധാനത്തെ അശുദ്ധമാക്കിയവർ, അവർ ഇന്ന് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. പക്ഷേ ഇക്കുറി കാലം അവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു പ്രഹരമാണ്. അതെ, ശബരിമല വിഷയം വീണ്ടും സജീവമാകുന്നു. കൃത്യം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന വേളയിൽ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് തുറക്കുന്ന ആ പഴയ ഫയലുകൾ പിണറായി സർക്കാരിന്റെ ഉറക്കം കെടുത്തും. അധികാരത്തിന്റെ ഹുങ്കിൽ അയ്യന്റെ ആചാരങ്ങളെ വെല്ലുവിളിച്ചവർക്ക് കാലം കരുതി വെച്ച കാവ്യനീതിയാണിത്. ശബരിമല 2.0 എന്ന് രാഷ്ട്രീയ ലോകം വിശേഷിപ്പിക്കുന്ന ഈ രണ്ടാം പോരാട്ടത്തിൽ ആര് വീഴും, ആര് വാടും? കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കാൻ പോകുന്ന ആ നിർണായക നീക്കങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഇത് കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന പോരാട്ടമാണ്. കേരളം മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണ്. വികസനവും വിവാദങ്ങളും ചർച്ചയാകേണ്ട സമയത്ത് അപ്രതീക്ഷിതമായി വീണ്ടും ശബരിമല വിഷയം രാഷ്ട്രീയ കേരളത്തിന്റെ മധ്യബിന്ദുവായി മാറുന്നു. ഇത് കേവലം ഒരു യാദൃശ്ചികതയല്ല. സുപ്രീം കോടതിയുടെ പുതിയ നീക്കങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചതിക്കുഴിയാണ്. 2018 കേരളം കണ്ട ആ കറുത്ത നാളുകൾ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. വിശ്വാസത്തിന്റെ പേരിൽ തെരുവിലിറങ്ങിയ നിഷ്കളങ്കരായ ഭക്തർക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾ, ശബരിമലയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയ സർക്കാരിന്റെ പിടിവാശി, ഇവയെല്ലാം ഇന്നും ഓരോ ഹിന്ദു വിശ്വാസിയുടെയും ഉള്ളിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ 9 അംഗ ബെഞ്ച് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ തീരുമാനിച്ചതോടെ പഴയ ആ മുറിവുകൾ വീണ്ടും നീറാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ പക്കൽ എന്ത് ആയുധമാണുള്ളത്? എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടതുപക്ഷം ഇത്രയേറെ പ്രതിക്കൂട്ടിലാകുന്നത്? നമുക്ക് വസ്തുതകൾ ഒന്ന് പരിശോധിക്കാം. ഇത് വെറും ഒരു ആരോപണമല്ല, കോടതി രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയ വഞ്ചനയുടെ ചരിത്രമാണ്. ശബരിമലയിലെ ആചാരങ്ങളെ തകർക്കാനുള്ള ആദ്യ ശ്രമം നടന്നത് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ്. 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകാമെന്ന് കാണിച്ച് ആദ്യമായി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ഇടതുപക്ഷമാണ്. ഹൈന്ദവ ആചാരങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന വിചിത്രമായ വാദമാണ് അന്ന് അവർ ഉയർത്തിയത്. തുടർന്ന് വന്ന UDF സർക്കാർ വിശ്വാസികളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സത്യവാങ്മൂലം അത് തിരുത്തി. ശബരിമലയിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയും അഥവാ നൈഷ്ഠിക ബ്രഹ്മചാരി ആചാരങ്ങളുടെ പവിത്രതയും കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞു. 3 അംഗ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും യുവതീ പ്രവേശനം വേണമെന്ന വാശിയിൽ സർക്കാർ ഉറച്ചു നിന്നു. 2017 വാദം കേൾക്കുമ്പോഴും സർക്കാർ ഈ നിലപാട് ആവർത്തിച്ചു. ഭക്തരുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. വിധി വന്ന അന്ന് തന്നെ പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഞങ്ങളിത് നടപ്പിലാക്കുമെന്നാണ്. വിശ്വാസികളെ ചർച്ചയ്ക്ക് വിളിക്കാനോ അവരുടെ ആശങ്കകൾ കേൾക്കാനോ തയ്യാറാകാതെ പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികളെ അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചത്. ശബരിമല വിധി നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ച സർക്കാരിന് വലിയൊരു പ്രഹരം ലഭിച്ചത് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ്. കമ്മ്യൂണിസ്റ്റ് വോട്ടുകൾ തകർന്നു വീണു. 20ൽ 19 സീറ്റും LDF തോറ്റു. ഈ പരാജയം പിണറായി സർക്കാരിനെ ഇരുത്ത് ചിന്തിപ്പിച്ചു. അവിടെ നിന്നുമാണ് നവോത്ഥാനം എന്ന വാക്ക് സർക്കാർ പതുക്കെ വിഴുങ്ങാൻ തുടങ്ങിയത്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, വിധി വന്നാൽ എല്ലാവരുമായി ചർച്ച ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള പുതിയ പല്ലവികൾ CPM നേതാക്കൾ പാടിത്തുടങ്ങി. പക്ഷെ ഈ മാറ്റം ആത്മാർത്ഥമാണോ അതോ വോട്ടിനു വേണ്ടിയുള്ള വെറും നാടകമാണോ? അത് തിരിച്ചറിയാൻ ഇപ്പോഴത്തെ സുപ്രീം കോടതി നീക്കങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതാ സുപ്രീം കോടതിയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി എത്തിയ ഹർജികളെല്ലാം തന്നെ 9 അംഗ ബെഞ്ച് പരിഗണിക്കാൻ പോവുകയാണ്. ഇത് വെറുമൊരു സാധാരണ കോടതിയെ ലക്ഷ്യമല്ല, മതപരമായ മൗലിക അവകാശങ്ങൾ, വിശ്വാസ സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ 67 ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഏപ്രിൽ മാസത്തിലായിരിക്കും കോടതി അന്തിമ വാദം കേൾക്കുന്നത്. ഏപ്രിൽ 7 മുതൽ 22 വരെയുള്ള ദിവസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ തീപ്പൊരി പടർത്തും. ഏപ്രിൽ 22ഓടെ വാദം അവസാനിപ്പിക്കാനാണ് കോടതി ലക്ഷ്യമിടുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ശബരിമല 2.0 കാണുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ സർക്കാർ എന്ത് സത്യവാങ്മൂലം നൽകുമെന്നത് ഓരോ മലയാളിയും ഉറ്റുനോക്കും. 2018 നിലപാട് മാറ്റിയാൽ അത് CPMന്റെ സൈദ്ധാന്തിക പരാജയമായിരിക്കും. മാറ്റാതിരുന്നാൽ അത് വിശ്വാസികളുടെ വോട്ട് ഒന്നാകെ നഷ്ടപ്പെടുത്തും. ചുരുക്കി പറഞ്ഞാൽ പിണറായി സർക്കാർ ഒരു ചെകുത്താനും കടലിനും നടുവിൽ എന്ന അവസ്ഥയിലാണ്.
ഈ പോരാട്ടത്തിൽ വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ അറിയിച്ചത് കേന്ദ്ര സർക്കാർ ഈ പുനഃപരിശോധന ഹർജികളെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നാണ്. അതായത് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി കോടതിയിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതോടെ BJPക്കും NDAക്കും പുതിയൊരു ഊർജം ലഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആരോപിച്ചിരുന്ന CPMനും കോൺഗ്രസിനുമൊക്കെ ഇതൊരു ശക്തമായ തിരിച്ചടിയുമാണ്. വിശ്വാസികൾക്കൊപ്പം കേന്ദ്രമുണ്ടെന്ന സന്ദേശം താഴെത്തട്ടിൽ എത്തിക്കാൻ BJPക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ചോദ്യം പിണറായി സർക്കാരിനോടാണ്. നിങ്ങൾ ആർക്കൊപ്പമാണ്? അയ്യപ്പ ഭക്തർക്കൊപ്പമോ അതോ ആചാര ലംഘകർക്കൊപ്പമോ? നിങ്ങൾ തന്നെയാണല്ലോ ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിലപാട് മാറ്റി ഇരട്ടത്താപ്പിനുള്ള സമയമായിരിക്കുന്നു. കേരളത്തിലെ പ്രബലമായ ഹൈന്ദവ സംഘടനയായ NSS തുടക്കം മുതൽ തന്നെ ആചാര സംരക്ഷണത്തിന് വേണ്ടി ശക്തമായി രംഗത്തുണ്ട്. നായർ സർവീസ് സൊസൈറ്റി ഇക്കാലവും ആവശ്യപ്പെടുന്നത് പഴയ സത്യവാങ്മൂലം തിരുത്തി വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നാണ്. സർക്കാർ ഇപ്പോൾ NSSനെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണല്ലോ അവരുടെ ഏറ്റവും വലിയ തൊഴിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലും ഇപ്പോൾ പതുക്കെ സ്വരം മാറ്റിയിരിക്കുന്നുണ്ട്. ആചാര ലംഘനം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ ലൈൻ. പക്ഷേ NSS ഈ മാറ്റങ്ങളെ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. കോടതിയിൽ നൽകുന്ന രേഖകളിൽ ഒരു വാക്ക് പോലും തെറ്റിയാൽ അത് സർക്കാരിന്റെ പതനത്തിന് കാരണമാകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിലേ കൊള്ളയെല്ലാം അടിച്ച് വ്യാജ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം തയ്യാറാക്കി ആ ഒരു സ്ഥിതിയിലാണല്ലോ. വിശ്വാസ പ്രശ്നത്തിന് പുറമെ ശബരിമലയുമായി ബന്ധപ്പെട്ട പുതിയ വിവാദങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാകും. അയ്യപ്പ ഭക്തർ കാണിക്കയായി നൽകുന്ന കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം വർഷങ്ങളായി ഉയരുന്നതാണ്. ശബരിമലയിൽ ഭക്തർ സമർപ്പിച്ച സ്വർണവും വെള്ളിയും കൃത്യമായി സ്റ്റോക്ക് ചെയ്തിട്ടില്ലെന്നും ഇതിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. അത് വേറൊരു കാര്യം. സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായെന്ന ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഭക്തരെ പ്രകോപിപ്പിക്കുന്നതാണ്. അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ PRD വഴി നടത്തിയ കോടികളുടെ പ്രചാരണങ്ങൾ സർക്കാരിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ സർക്കാർ പരാജയപ്പെട്ടു. മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്ന ഭക്തരുടെ ദുരിതം ഇത്തവണ വോട്ടായി മാറും. ഈ 9 അംഗ ബെഞ്ച് ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മതപരമായ മൗലികാവകാശങ്ങൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകുന്ന വിഷയവും കോടതി പരിഗണിക്കുന്നുണ്ട്. ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് പുറത്താകുന്നത്. അതെ, ശബരിമലയിൽ സ്ത്രീ സമത്വം എന്ന് അലറി വിളിച്ച സർക്കാർ മുസ്ലിം പള്ളി പ്രവേശന കാര്യത്തിൽ സമാനമായ നിലപാട് സ്വീകരിക്കാൻ മടിക്കുകയാണ്. മടിയല്ല, പേടി എന്ന് തന്നെ വേണം പറയാൻ. ഇത് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. എന്നാൽ ഹൈന്ദവ വിശ്വാസികളെ മാത്രം ലക്ഷ്യം വെച്ച് ആചാരങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു വിഭാഗം ജനങ്ങളെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരേ ഭരണഘടന, 2 നീതി എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. പണ്ടെങ്ങോ ഒരു പുണ്യപുരാണത്തിൽ കേട്ടതുപോലെ അധർമ്മം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ അതിനെ തകർക്കാൻ കാലം തന്നെ ചില വഴികളൊക്കെ കണ്ടെത്തും. 2018 അയ്യപ്പ ഭക്തരുടെ ശാപം ഏറ്റുവാങ്ങിയ സർക്കാർ അതേ അയ്യപ്പന്റെ പേരും പറഞ്ഞ് വോട്ട് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം? പിണറായി വിജയൻ സർക്കാരിന് ഇത് പരീക്ഷണ കാലമാണ്. സത്യവാങ്മൂലത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായി എഴുതിയാൽ ഇതുവരെ പറഞ്ഞ നവോത്ഥാനം വെറും തട്ടിപ്പായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരും. ഇനി വിധി നടപ്പാക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDF വട്ടപൂജ്യമാകും. ഏപ്രിൽ 22-ന് വാദം അവസാനിക്കുമ്പോൾ കേരളം ഒരു വലിയ മാറ്റത്തിന് തീർച്ചയായും സാക്ഷ്യം വഹിക്കും. ശബരിമലയിലെ കറുത്ത വേഷമിട്ട അയ്യപ്പന്മാരുടെ കരുത്ത് ബാലറ്റ് ബോക്സുകളിൽ പ്രതിഫലിപ്പിക്കുമെന്ന് നമുക്ക് തീർച്ചയായും പ്രത്യാശിക്കാം. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ആചാരങ്ങൾ ലംഘിക്കാൻ തുനിഞ്ഞവർക്ക് കാലം നീതി നടപ്പാക്കും. നമ്മൾ കാത്തിരിക്കുകയാണ്. ശബരിമല വിഷയം വെറും ഒരു മതപരമായ ചർച്ചയല്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെയും വിശ്വാസത്തിന്റെയും നിലനിൽപ്പിനായുള്ള പോരാട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു? വിശ്വാസ സംരക്ഷകർക്കൊപ്പമോ അതോ ആചാര ലംഘകർക്കൊപ്പമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാം ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.